കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നികേഷ് വിളിച്ച് സുധീഷേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുക. ഞാൻ നരകത്തിലെന്ന് സുധീഷ്. അതിനേട്ടൻ ഇന്നലെ ഇങ്ങോട്ട് വന്നില്ലല്ലോ, പിന്നെ എങ്ങനെയായെന്ന് നികേഷും. അപ്പോഴേക്കും നിധി നികേഷിനോടായി ഫോൺ ഇങ്ങുതാ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു വാങ്ങി ഹലോ എന്ന് പറയാ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്റെ സ്വരം കേട്ടിട്ട് ആരാന്നറിയില്ല ഇയാൾക്ക് എന്ന് നിധി ചോദിക്കേ. ഓ മാഡം എന്താ വിളിച്ചേ എന്ന് സുധീഷും. ഇപ്പൊ എവിടെയുണ്ടെന്ന് അവൾ ചോദിക്കേ. ഞാൻ റോഡിലാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്താ വീട്ടിൽ വന്ന് കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ലെന്ന് അവൾ ചോദിക്കേ. അത് ഇന്നലെ രാത്രി ഒരു ഓട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോ വണ്ടി ഒരിടത്ത് ഒതുക്കിയിട്ട് ഉറങ്ങിയതാ എന്ന് സുധീഷും. വീട്ടിൽ വന്നിട്ടാകാമായിരുന്നില്ലെന്നാ ചോദിച്ചെന്ന് നിധി ചോദിക്കേ. അതെന്റെ കണ്ണടയുന്ന പോലെ തോന്നി, അതാ ഞാൻ വണ്ടി ഓടിക്കാതിരുന്നെന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്നിട്ടിപ്പോ ഉറക്കം മാറിയോ എന്ന് നിധി ചോദിക്കേ. ഊ എന്ന് സുധീഷും. എന്നാ വീട്ടിലേക്ക് വാ, ഉടനെ വരണം എന്നവൾ പറയാൻ ശരിയെന്ന് സുധീഷും. നിധിയും കോൾ കട്ട് ചെയ്ത് മൊബൈൽ നികേഷിന്റെ കയ്യിലേക്ക് കൊടുത്ത് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്കുള്ള യാത്രയിൽ സുധീഷിന്റെ കാറും ഒരു ബൈക്കും തമ്മിൽ ആക്സിഡന്റ് ആവുകയാ. സുധീഷ് പരിഭ്രമത്തോടെ വണ്ടി നിർത്തി ഇറങ്ങാൻ തുടങ്ങും നേരം നാട്ടുകാരായ രണ്ടുപേർ ഓടി വന്ന് റോഡിൽ വീണ് കിടക്കുന്ന ബൈക്ക് യാത്രക്കാരന്റെ ദേഹത്തിൽ നിന്നും ബൈക്ക് എടുത്തു മാറ്റി എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ എന്ന് ചോദിക്കേ. മാനത്തേക്ക്. ആ ചോദ്യം അവനോട് ചോദിക്കടോ എന്ന് വിളിച്ചു പറഞ്ഞ് സുധീഷും കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന്. അത് ശരി, റോങ് സൈഡിലൂടെ വണ്ടി ഓടിച്ചു വന്ന് എന്റെ മെക്കിട്ട് കയറുന്നോ എന്ന് നാട്ടുകാരോടായി ചോദിച്ച് ബൈക്ക് യാത്രക്കാരനോട്, എടാ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ നിനക്ക്, നിന്റെ കണ്ണെന്താ പുറകിലായിരിക്കുന്നേ എന്ന് ചോദിക്കേ. നാട്ടുകാരിൽ ഒരാളും ചോദിക്കുന്നുണ്ട്, ഒരാളെ ഇടിച്ച് താഴെ ഇട്ടിട്ടാണോ നീ വർത്തമാനം പറയുന്നത്? അതുകൾക്ക് സുധീഷും ഇങ്ങോട്ട് കയറി വന്ന് ഇടിച്ചിട്ട് ഇപ്പോ ഞാൻ ഇടിച്ചു എന്നായോ? എന്താടാ ഞാൻ ഓൺ അടിച്ചു വന്നത് നീ കേട്ടില്ലേ എന്ന് സുധീഷ് അവനോടായി ചോദിക്കാം. ഇത്രയും സ്പീഡിലാണോടോ വളവിൽ വരേണ്ടത് എന്നവനും. ഞാൻ സ്പീഡിലൊന്നും ആയിരുന്നില്ല, നിങ്ങളാണ് റോങ് സൈഡ് കയറി വന്നതെന്ന് സുധീഷ് പറയും. നിങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു കയറി വന്നപ്പോ ഞാൻ വെട്ടിച്ചതാ എന്നവനും പറയുന്നുണ്ട്. എടാ നീ അങ്ങനെ വെട്ടി തിരിച്ചോണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്ന് സുധീഷ് പറയേ. നിങ്ങൾ അതിന് ഇൻഡിക്കേറ്റർ ഇട്ടിരുന്നോ? എടോ താനെങ്ങോട്ടാ തിരിയാൻ പോകുന്നതെന്ന് എനിക്കറിയാമോ എന്നവനും ചോദിക്കുന്നുണ്ട്. എടാ നേരെ പോണ്ട, ഞാൻ എന്തിനാടാ ഇൻഡിക്കേറ്റർ ഇടുന്നേ എന്ന് സുധീഷും ചോദിച്ച് അവർ തമ്മിൽ വഴക്കാവുന്നുണ്ട്. എടാ നിന്നെയൊക്കെ ആരാടാ ഡ്രൈവിംഗ് പഠിപ്പിച്ചേ എന്ന് സുധീഷ് ചോദിക്കേ. നിന്റെ തന്ത എന്നവനും. അച്ഛന് പറയുന്നോടാ എന്ന് ചോദിച്ച ദേഷ്യത്തോടെ സുധീഷ് അവന്റെ കവിളത്ത് ആഞ്ഞടിക്ക് അവനും നിലത്തേക്ക് വീഴുകയാണ്. നാട്ടുകാർ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴേക്കും വണ്ടി ഇടിച്ചതും പോരാ തല്ലുന്നോടാ എന്ന് ചോദിച്ച് അവൻ സുധീഷിന് നേരെ ചെല്ലുകയാ. നിന്റെ നാവ് അടക്കി വെച്ചില്ലെങ്കിൽ ഇനിയും കിട്ടുമടി എന്ന് പറഞ്ഞ് സുധീഷും അവന്റെ നേരെ ചെല്ലുമ്പോഴേക്കും തമ്മിൽ അടികൂടുന്നവരെ നാട്ടുകാർ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. നോക്കി നിൽക്കാതെ പോലീസിനെ വിളിക്കടോ എന്ന് നാട്ടുകാരിൽ ഒരാൾ പറയേ. പോലീസിനെയൊക്കെ ഞാൻ വിളിച്ചോളാം, ഇവന് ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ബൈക്ക് യാത്രക്കാരനും തന്റെ മൊബൈൽ എടുത്ത് വിളിക്കാൻ തുടങ്ങുകയാ. വിളിക്കടാ വിളിക്കേ, ഞാൻ ഇവിടെ തന്നെ കാണും, വിളിക്കെന്ന് പറഞ്ഞ് സുധീഷും നിൽക്കേ. അവൻ തന്റെ ഡാഡിയെ വിളിച്ച്, ഡാഡി ഒരാൾ കാറിൽ വന്ന് എന്നെ ബൈക്ക് ഇടിച്ച് തള്ളിയിട്ടു. ചോദിക്കാൻ ചെന്നപ്പോ അവൻ എന്നെ തല്ലി. ഞാൻ പ്രാവച്ചമ്പലം ശിവക്ഷേത്രത്തിന് അവിടെയുണ്ട്. ശരിയെന്ന് പറഞ്ഞ് അവൻ കോൾ വയ്ക്കേ. ഫോൺ വിളിച്ചു പറയാൻ നിന്റെ അച്ഛൻ ആരടാ, ജില്ലാ കളക്ടറോ എന്ന് ചോദിച്ച് സുധീഷ് അവന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അല്ല, SP സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ് എന്നവൻ പറയുന്നത് കേൾക്കെ. അയ്യോ പോലീസോ എന്ന് പറഞ്ഞ് പരിഭ്രമത്തോടെ നിൽക്കുകയാ സുധീഷും. അവിടെ നികേഷും ഹരീഷും ഉമ്മറത്തെ വരാന്തയിലിരുന്ന് ചെസ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കടയിൽ പോകാൻ റെഡിയായി അങ്ങോട്ട് വന്ന സുഭാഷേട്ടൻ. ഹരീഷേ ഞാനേ കടയിൽ പോവാ, ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കേ. എന്ത് ചോദ്യം സുഭാഷേട്ടാ, എല്ലാ ദിവസവും പച്ചക്കറിയല്ലേ, എന്തെങ്കിലും കടിച്ചു വലിക്കണ്ടാ എന്ന് ഹരീഷ് പറയേ. മുരിങ്ങിക്ക മതിയോ എന്ന് നികേഷും. ഓടാ എന്ന് അവനോടായി പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് സുഭാഷേട്ടൻ ഇരിക്കെ, ഞാൻ പോയി ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറയേ. സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ, രാവിലെ വിളിച്ചപ്പോ ദാ വരുന്നു പറഞ്ഞതല്ലേന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. വരുന്നു പറഞ്ഞ് പിന്നെയും വണ്ടി കിടന്ന് ഉറങ്ങിക്കാണുമെന്ന് നികേഷും. അപ്പോഴാണ് സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ അത് എടുത്തു നോക്കി. 100 ആയിസ ദാ വിളിക്കുന്നെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്ത്, നീ എവിടെയാടെ ഉള്ളത്? ദാ വരുന്നു പറഞ്ഞിട്ട് മണി 11 ആയല്ലോ എന്ന് ചോദിക്കേ. പോലീസ് സ്റ്റേഷനിലായിരുന്ന സുധീഷും, സുഭാഷേട്ടാ ഞാൻ ഇവിടെ ആകെ പെട്ടിരിക്കുക എന്ന് പറയേ. എന്താടാ നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ്. സുഭാഷേട്ടാ ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ എന്നവൻ പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ. പോലീസ് സ്റ്റേഷനിലോ, എന്ത് പറ്റിയിടാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വരുന്നു. അത് കേൾക്കെ എല്ലാവരും പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട്, അത് വരുന്ന വഴിക്ക് വണ്ടി ഒരു ബൈക്കുമായി തട്ടിയേ, അയാൾ റോങ് സൈഡ് ആയിരുന്നു, ഇപ്പോഴത് കേസായിരിക്കാം, സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ എന്നവൻ ചോദിക്കേ. ശരി ദാ വരുന്നു എന്ന് പറഞ്ഞ് സുഭാഷും കോൾ വെക്കുക. എന്താ സുഭാഷ് ഏട്ടാ എന്ത് പറ്റിയെന്ന് നിധി ചോദിക്കേ. ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഞാനൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാമെന്ന് സുഭാഷ് പറയുന്നു. സുഭാഷ് ഏട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നികേഷും ചോദിക്കേ. ഞാനൊന്ന് പോയിട്ട് വരട്ടേടാ എന്ന് സുഭാഷ് പറയേ. ഞാനും വരാമെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഞാനും വരാമെന്ന് നികേഷ് പറയുന്നുണ്ടെങ്കിലും ഏയ് വേണ്ട, നിങ്ങൾ എവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. അവിടെ പോലീസ് സ്റ്റേഷനിൽ SIയുടെ മുന്നിലിരിക്കുകയാണ് ബൈക്ക് യാത്രക്കാരനായ നവീൻ. സുധീഷ് അവിടെ അരികെ തന്നെ കൈയും കെട്ടി നിൽപ്പുണ്ട്. SI നവീനോടായി, നവീൻ പോയിക്കോ,
സാറെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇവനെ വേണ്ട വിധത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറയേ. വരട്ടെ സാറേ, എന്താ ഇവനെ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് കാണാലോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് നവീനും പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും പറയുകയാ, സാറേ എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, വളവ് തിരിഞ്ഞു വന്നപ്പോ ഇയാള് റോങ് സൈഡ് കയറി വരികയായിരുന്നു എന്ന് പറയേ. ആരാണ് കയറി വന്നതെന്ന് നമുക്ക് തീരുമാനിക്കാം, നീ ഇപ്പോ അവിടെ പോയിരിക്കുന്ന പോലീസും. സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് സുധീഷ് വീണ്ടും പറയും. ഒന്നും പറയണ്ടടാ, നടു റോഡിൽ ഒരാളെ തലക്കടിച്ച് കൊല്ല നോക്കിയിട്ട് വർത്താനം പറയുന്നോ എന്ന് സാർ ചോദിക്കേ. കൊല്ലാനോ എന്ന് അമ്പരപ്പോടെ സുധീഷും. ഇയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ച് കൊല്ലാൻ നോക്കിയതല്ലടാ നീ, എന്തൊക്കെ ചാർജ് ചെയ്യേണ്ടെന്ന് എനിക്കറിയാം, അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് സാർ ഒച്ചവെക്കെ. സാറേ സ്വാധീനമുള്ളവർ പറയുമ്പോ എന്തും ചെയ്യാമെന്ന് കരുതരുത് എന്ന് സുധീഷും. അത് കേൾക്കെ സാറും ദേഷ്യത്തോടെ എഴുന്നേറ്റ്, ചീ നിർത്തടാ, മാറി നിൽക്ക്, അഴിച്ച് പല്ല് ഞാൻ കൊഴിക്കും, മാറി നിൽക്കടാ എന്ന് പറയേ. സുധീഷും മാറി നിൽക്കുകയാ. അപ്പോഴേക്കും സുഭാഷും ഹരീഷും സ്റ്റേഷനിലെത്തിയിരുന്നു. അവർ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് കയറി ഓടാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സാറും, അതെ എങ്ങോട്ടായി കയറി പോകുന്നേ എന്ന് ചോദിക്കേ. സാറേ എന്റെ അനിയനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയെന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്താ കേസെന്ന് ആ സാർ ചോദിക്കേ. ആക്സിഡന്റ് എന്ന് ഹരീഷും. ഓ, രാവിലെ SP-യുടെ മകന്റെ വണ്ടി ഇടിച്ചിട്ട കേസ് അല്ലേ എന്നാ പോലീസുകാരൻ ചോദിക്കുന്നവർക്ക് അമ്പരപ്പോടെ SP-യോ എന്ന് പരസ്പരം പറയുന്നുണ്ട് സുഭാഷും ഹരീഷും. ഒരു 2 in 1 തീരേണ്ട കേസായിരുന്നു, ഇതിപ്പോ 109 ആയിട്ടുണ്ട്. ചെല്ല് എന്നാ പോലീസ് പറയേ. ചേട്ടാ വായെന്ന് വിളിച്ച് ഹരീഷും സുഭാഷും അകത്തേക്ക് പോവുകയാണ്. അവിടെ നിൽക്കുന്ന സുധീഷിന്റെ അടുത്തേക്ക് ചെന്ന്, സുധീഷേ എന്താ പറ്റിയെന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കേ. അവൻ ഇങ്ങോട്ട് വന്ന് കയറിയതായിട്ടാ, എന്നിട്ട് എന്നോട് വഴക്കിടാൻ വന്നു, ആദ്യം തല്ലാൻ വന്നത് അവനാ എന്ന് സുധീഷ് പറയുന്നതിൽ. തല്ലുകയോ എന്ന് സുഭാഷ്. ആ പറഞ്ഞ് അത് അടിയായി, അപ്പോഴവൻ SP-യുടെ മോനാന്നറിയുന്നത്. പോലീസ് കേസ് ഇപ്പോ മാറ്റി എഴുതാൻ നോക്കുക, കുറ്റം മുഴുവൻ ഇപ്പോ എന്റെ മേലിലായി, ഇപ്പോ ഞാൻ കൊല്ലാൻ നോക്കിയെന്നൊക്കെയാ ഇവര് പറയുന്നേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ആരാടാ ഇത് എന്ന് SI വിളിച്ചു ചോദിക്കുന്നുണ്ട്. ആരാടാ ഇവരൊക്കെ അകത്ത് കയറ്റി വിട്ടതെന്ന് സാറ് ചോദിക്കെ. സുഭാഷും അങ്ങോട്ട് ചെന്ന്, സാർ ഞാൻ കാര്യം എന്താണെന്ന് ഇവനോട് സംസാരിക്കാനായിട്ട് എന്ന് സുഭാഷ് പറയും. സംസാരിക്കാൻ എന്താ, ഇയാൾ വക്കീലാണോ എന്ന് സാറും. ഞാൻ ഇവന്റെ ചേട്ടനാണ് സാർ എന്ന് സുഭാഷ് പറയേ. ഓ ചേട്ടനാണോ, എന്ന് അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് സാർ പറയേ. സാറേ ഒരുപാട് കാലങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാ സുധീഷ്, അങ്ങനെ അപകടമൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അഹങ്കാരം കൊണ്ടാവും ഒരാളെ അടിച്ചിട്ടതും, പോരാത്തതിന് ഹെൽമെറ്റ് കൊണ്ടടിച്ച് കൊല്ലാൻ നോക്കിയതും എന്ന് സാർ ഉച്ചവെക്കേ. സാറേ ഞാൻ ഇയാളെ കൊല്ലാൻ നോക്കിയിട്ടൊന്നുമില്ല, ഇയാൾ എന്റെ അച്ഛന് വിളിച്ചപ്പോഴാ ഞാൻ എന്ന് സുധീഷ് പറയേ. നിന്റെ തന്തയ്ക്ക് വിളിച്ച നീ കൊല്ലാൻ നോക്കുവോടാ, ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിക്കട്ടെ, നീ എന്ത് ചെയ്യും എന്ന് സാർ ചോദിക്കുന്നവർക്ക് സുധീഷും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാ. സുഭാഷും സാറിനോടായി ചോദിക്കുന്നുണ്ട്, റോഡിൽ വെച്ചുണ്ടായ തട്ടുമുട്ട് കേസല്ലേ സാർ, നമുക്കൊന്ന് സംസാരിച്ച് പരിഹരിച്ചുകൂടെന്ന്. ശരിയാ, 281 തീരേണ്ട കേസാ, പക്ഷേ തന്റെ അനിയന്റെ കയ്യിലിരിപ്പ് ശരിയല്ല. വഴക്കിനിടയിൽ അടിക്കാൻ നോക്കുമ്പോഴേ അതാരാണെന്ന് കൂടി ഓർത്തിരിക്കണം. നടു റോഡിൽ SP-യുടെ മകനെ മനഃപൂർവ്വം വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്ന കേസ്. ഒരു 10 വർഷം അകത്തിടാനുള്ള വകുപ്പ് ചേർത്ത് FIR ഇടാനാ പറഞ്ഞിരിക്കുന്നത്. അനിയനെ ഇനി കോടതി ജാമ്യത്തിലെടുത്താൽ മതിയെന്ന് സാർ പറയേ. പരിഭ്രമത്തോടെ, അയ്യോ എന്താ സാർ ഇത്, 10 വർഷം തടവുള്ള വകുപ്പോ? സാറേ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിക്കാൻ സുധീഷിനെ ഇയാളെ അറിയത്തുപോലും ഇല്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കെ. അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം, നിങ്ങളിപ്പോ ചെല്ലെന്ന സാറും. സുഭാഷും നവീനോടായി, ഇയാളുടെ വണ്ടിയല്ലേ ഇടിച്ചത്, സുധീഷിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയേ. നിങ്ങളൊന്നും ചെയ്യേണ്ട പണിയൊക്കെ പോലീസ് ചെയ്തോളും, നാട്ടുകാരെ മുഴുവൻ നോക്കി നിൽക്കുമ്പോഴാ ഇവൻ എന്നെ തല്ലിയത്, പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിലേ ഇവൻ എന്റെ തല തല്ലി പൊളിച്ചേനെ എന്ന് നവീൻ പറയേ. സംഭവിച്ചു പോയിന്നെ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഇതൊരു കേസായി അറിയാലോ, ഞങ്ങൾക്ക് അങ്ങനെ വക്കീലിനെ വെച്ച് വാദിക്കാനുള്ള ശേഷിയൊന്നുമില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. ശേഷിയില്ലാത്തവർക്ക് കോടതി വക്കീലിനെ തന്നോളും, പേടിക്കണ്ട. എന്തായാലും 14 ദിവസം അകത്ത് കിടക്കുമെന്ന് ഉറപ്പായെന്ന് സാറ് പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ, അയ്യോ സാർ അങ്ങനെ പറയല്ലേ, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കല്ലേ, നമുക്ക് സംസാരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് സാറിനോടും നവീനോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക സുഭാഷ്. എല്ലാം കേട്ട് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുക സുധീഷും. സുഭാഷിന്റെയും ഹരീഷിന്റെയും റിക്വസ്റ്റ് എല്ലാം കണ്ട്, നിർത്തടോ, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് സുഭാഷിനോടായി ഒച്ചവെച്ച് അവിടെയുള്ളൊരു പോലീസുകാരനായ ഡോ, ഇവ ഓടിച്ചിരുന്ന ടാക്സി സീസ് ചെയ്യാൻ പറ, എന്നിട്ട് ഇവരെ പിടിച്ച് പുറത്താക്കുക എന്ന് വിളിച്ചു പറയേ. ശരി സാർ എന്ന് അയാളും. ഞാൻ പറയുന്നതെന്ന് കേൾക്ക് സാർ എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്ന് സുഭാഷിനെയും ഹരീഷിനെയും പുറത്തേക്ക് മാറ്റുകയാ. അവരെ പുറത്താക്കി ആ പോലീസുകാരൻ സുധീഷിന്റെ അരിയിലേക്ക് വന്ന്, ഡാ ഇങ്ങോട്ട് നീ നിൽക്കടാ എന്ന് പറഞ്ഞ് SIയുടെ മുന്നിലേക്ക് നിർത്തുമ്പോഴേക്കും സുധീഷും സാറിനോടായി പറയുന്നുണ്ട്, സാറേ ആ വണ്ടി സീസ് ചെയ്യരുത്, അത് എന്റെ വണ്ടിയല്ല, ട്രാവൽസിലെ വണ്ടിയാന്ന്. എന്നാ ട്രാവൽസിലെ ഓണറുടെ നമ്പർ ഒന്ന് പറ എന്ന് സാർ പറയാം.
വേണ്ട സാർ, ഓണറെ ഒന്നും വിളിക്കണ്ട, പണി പോകുന്ന കാര്യമാ എന്ന് സുധീഷും പറയുന്നുണ്ട്. കൊല്ലം കുറെയായി പണി ചെയ്യുന്നല്ലേ നീ പറയുന്നത്, അപ്പൊ ഇനി മുതൽ നമുക്ക് ഈ പണിയൊന്ന് മാറ്റി പിടിക്കാം എന്ന് സാർ പറയേ. സാർ പ്ലീസ് സാർ, അത് വേണ്ട സാറേ എന്ന് സുധീഷും. നിന്ന് കിണുങ്ങാതെ നമ്പർ പറയടാ എന്ന് സാർ വീണ്ടും പറയേ. സാർ മുതലാളിയൊക്കെ വിളിച്ചു പറഞ്ഞ അത് വലിയ പ്രശ്നമാകും സാർ എന്ന് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്. ചീ പറയടാ നമ്പർ എന്ന് പറഞ്ഞ സാറും എഴുന്നേറ്റ് അവന്റെ കോളറിനിട്ട് കുത്തിപ്പിടിച്ച്, നിനക്ക് സ്റ്റേഷനിലും ഇത്ര അഹങ്കാരമോ, പറയടാ നമ്പർ, ഇല്ലെങ്കിൽ നീ അനുഭവിക്കും എന്ന് പറയേ. പറയാം സാറേ എന്ന് പറഞ്ഞ് സുധീഷ് നമ്പർ പറഞ്ഞു കൊടുക്കുക. അയാളുടെ പേരെന്താടാ എന്ന് സാർ ചോദിക്കേ. തോമസ് എന്ന് സുധീഷും. കൂടെയുള്ള പോലീസുകാരനോടായി ഇയാളെ പിടിച്ച് ലോക്കപ്പിലാക്ക് എന്ന് പറയേ. ലോക്കപ്പോ എന്ന് പരിഭ്രമത്തോടെ സുധീഷ്. അല്ലടാ, നിനക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാം, പോയി കിടക്കടാ എന്ന് പറഞ്ഞവനെ സാർ തള്ളിവിടെ. കൂടെയുള്ള പോലീസുകാരൻ സുധീഷിനെ ലോക്കപ്പിലേക്ക് പിടിച്ചുകൊണ്ടു പോവുക. ഞാനതിനൊന്നും ചെയ്തിട്ടില്ല സാർ, സാറേ സത്യത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, സാർ പറയുന്നതെന്ന് കേൾക്ക് എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും ആ പോലീസുകാരൻ സുധീഷിനെ ലോക്കപ്പിൽ അടയ്ക്കുകയാണ്. സാറേ ഞാനല്ല, ഇവനാണ് എന്നൊക്കെ സുധീഷ് ലോക്കപ്പിൽ കിടന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും SI അപ്പോഴേക്കും ട്രാവൽസ് ഓണർ തോമസിനെ വിളിക്കുക. അവിടെ പോലീസ് സ്റ്റേഷന് പുറത്ത് ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് സുഭാഷും ഹരീഷും. ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഇത് മനഃപൂർവ്വം അവർ സുധീഷ് ഏട്ടനെ കുടുക്കിയത്, SP-യുടെ മകനായോണ്ട് മനഃപൂർവ്വം ചെയ്തതാ എന്ന് പറയേ. എടാ, ഇവൻ എന്തിനാടാ ലോകത്തുള്ള സകല വള്ളിയും കയറി പിടിക്കാൻ നോക്കുന്നത്, നിനക്കും അവനൊക്കെ പിന്നെ മിണ്ടിയ അടിയാണല്ലോ എന്ന് പറയേ. ആ ചെറുക്കൻ സുധീശ്വരനെ കയറി ചൊറിയാൻ നിന്നു കാണും എന്ന് ഹരീഷും പറയുകയാ. എടാ, നമുക്ക് ഏതെങ്കിലും വക്കീലിനെ കാണാൻ പോയാലോ എന്ന് സുഭാഷ് ചോദിക്കേ. അകത്ത് കിടക്കുന്ന പോലീസുകാർ തീരുമാനിച്ച പിന്നെ അവർ പിടിച്ച് അകത്തിടും, ഉറപ്പാണ് എന്ന് ഹരീഷ് പറയേ. എന്തു ചെയ്യണം നമ്മളെ എന്നിട്ട് പറഞ്ഞ് ടെൻഷനോടെ നീക്കിയാണ് സുഭാഷും. അപ്പോഴാണ് ട്രാവൽസ് ഓണർ തോമസ് ചേട്ടൻ തന്റെ കാറിൽ അങ്ങോട്ടെത്തുന്നത്. അയാൾ സുഭാഷിന്റെയും ഹരീഷിന്റെയും അടുത്തേക്ക് വന്ന് എന്താ ആക്സിഡന്റ് ഉണ്ടായിന്ന് പറഞ്ഞത് എന്ന് ചോദിക്കെ. ഹരീഷും പറയുന്നുണ്ട്, ബൈക്കുകാരനുമായി തട്ടിയതാ, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. വണ്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സുധീഷിനെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ എന്ന് തോമസ് ചേട്ടൻ ചോദിക്കേ. വണ്ടി തട്ടിയത് SP-യുടെ മകനാ, അവൻ റോങ് സൈഡ് കയറി വന്നെന്നാ സുധീഷ് പറയുന്നേ. 1ഉം 2ഉം പറഞ്ഞ് വഴക്കായി, ഇപ്പൊ സുധീഷ് കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസ്. തോമസ് ഏട്ടൻ ഒന്ന് കയറി സംസാരിക്കേ, എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല, അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും സുധീഷിനെ വിടില്ല എന്ന് പറയേ. ഞാൻ ഇന്ന് ഇൻസ്പെക്ടറെ കാണട്ടെ എന്ന് പറഞ്ഞ് തോമസ് ചേട്ടനും അകത്തേക്ക് പോവുകയാണ്. അദ്ദേഹം സാറിന്റെ മുന്നിലേക്ക് ചെന്ന് നമസ്കാരം പറഞ്ഞ് തന്റെ കാർഡ് എടുത്ത് കാണിക്കുക. സാറ് പറഞ്ഞതിനനുസരിച്ച് തോമസ് ചേട്ടൻ കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും, സാർ എന്റെ പേര് തോമസ് എന്ന് സംസാരിച്ചു തുടങ്ങി. ഒടുവിൽ കോമ്പൻസേഷനായി കുറച്ച് പണം കൊടുത്ത് സെറ്റ് ചെയ്യാമോ സാർ? അങ്ങനെ വേണമെങ്കിലും ചെയ്യാം സാർ, ഇത്തിരി മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ, ആള് പാവാ സാർ, ഈയിടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, പ്ലീസ് സാർ എന്ന് പറയേ. താനൊന്ന് പുറത്തു നിൽക്ക്, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് SI പറയേ. ശരി സാർ എന്ന് പറഞ്ഞ് തോമസ് ചേട്ടനും എഴുന്നേറ്റ് ലോക്കപ്പിൽ കിടക്കുന്ന സുധീഷിനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. എന്താ, ഒരു തുക വാങ്ങി ക്ലോസ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് SI ചോദിക്കേ. അവന്റെ നക്കാപ്പിച്ച വാങ്ങി കേസ് തീർക്കാൻ ഡാഡി സമ്മതിക്കില്ല എന്ന് നവീനും പറയുന്നുണ്ട്. നക്കാപ്പിച്ചയാക്കണ്ട, തരക്കേടില്ലാത്തൊരു തുക വാങ്ങാം, കോടതി പോയാലും കേസ് നിൽക്കില്ല, പെറ്റി അടിച്ചു വിടേണ്ട കേസ് കൊലപാതക ശ്രമമാക്കിയെന്ന് പറഞ്ഞ് പോലീസിനെ വിമർശിക്കുകയുള്ളൂ. നമുക്കാണെങ്കിൽ കാര്യമായി പരിക്കൊന്നുമില്ല, അവിടെ പോയി തോറ്റുപോകുന്നതിനേക്കാൾ നല്ലത് ഇവിടുന്ന് ജയിച്ചു പോവുകയല്ലേ എന്ന് സാർ ചോദിക്കേ. ഒരു നിമിഷം ആലോചിച്ചേ, പക്ഷേ അവനൊരു പണി കൂടി കൊടുക്കണം എന്ന് നവീൻ പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റു, 1 മാസത്തേക്ക് അവൻ വണ്ടി തൊടാത്ത സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കി തരാം, മതിയോ എന്ന് സാറ് ചോദിക്കേ. മതി, അത് മതിയെന്ന് നവീനും. അവിടെ പുറത്ത് തോമസ് ചേട്ടൻ സുഭാഷിനോടും ഹരീഷിനോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുക. പണം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കേണ്ടി വരും തോമസ് ചേട്ടാ എന്ന് സുഭാഷ് ചോദിക്കേ. അതവര് പറയാന്നാ പറഞ്ഞത് എന്ന് തോമസ് ചേട്ടനും. എന്നാലും എന്ന് സുഭാഷ് ടെൻഷനോടെ പറയേ. സുഭാഷ് സമാധാനമായിട്ടിരിക്കെ, നമുക്ക് നോക്കാം എന്ന് തോമസ് ചേട്ടൻ പറയുമ്പോഴേക്കും ഒരു പോലീസ് അങ്ങോട്ട് വന്ന് സാർ പറഞ്ഞയച്ചതാ, ഒരു 50,000 രൂപയുണ്ടെങ്കിൽ സംഗതി ഇപ്പോ സെറ്റിൽ ചെയ്യാം എന്ന് പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ 50,000 രൂപയോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ദേ, പേശാനായിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ പോലീസ് അകത്തേക്ക് പോകുമ്പോഴേക്കും എന്റെ കയ്യിൽ അത്രയ്ക്കൊന്നുമില്ല സുഭാഷേ, ഇത്രയൊന്നും ചോദിക്കുമെന്ന് ഞാനും കരുതിയില്ലെന്ന് തോമസ് ചേട്ടനും പറയുന്നുണ്ട്. അവന്റെ അച്ഛൻ SP ആയി പോയില്ലേ തോമസ് ചേട്ടാ എന്ന് സുഭാഷ് പറയേ. കുറച്ച് പൈസ ഞാൻ ഓണറുടെ അടുത്തൊന്ന് വാങ്ങാം, 10ഓ 15ഓ കിട്ടുമെന്ന് ഹരീഷ് പറയേ. എടാ, അലമാരയിലെ ഒരു ബാഗ് ഇരിപ്പുണ്ടെന്ന് സുഭാഷും പറയുകയാ. അപ്പോഴേക്കും തോമസ് ചേട്ടനും നിങ്ങളൊരു കാര്യം ചെയ്യേ, ഉള്ളതെടുത്തിട്ട് വാ, ബാക്കി നമുക്ക് കുറച്ച് സമയം ചോദിക്കാമെന്ന് പറയേ. ഹരീഷിനെ പറഞ്ഞു വിടുകയാ സുഭാഷും. ഹരീഷ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു നികേഷും നിധിയും. എന്തായി എന്ന് നിധി ചോദിക്കേ. ഹരീഷേട്ടൻ എന്തായി, സുഭാഷ് ഏട്ടനും സുധീഷ് ഏട്ടനും എന്താ വരാത്തെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ആ ഇൻസ്പെക്ടർ വലിയ മോടയാടാ, SP-യുടെ മകനായതുകൊണ്ട് ഈ കേസ് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക എന്ന് ഹരീഷ് പറയേ. എന്ന് വെച്ചാ എന്ന് അമ്പരപ്പോടെ നിധിയും. നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ വേറെ കുറെ കേസും സുധീഷ് ഏട്ടന്റെ മേലിൽ വെച്ചു കെട്ടുമെന്ന് പറഞ്ഞു എന്ന് ഹരീഷ് പറയേ. പൈസ എന്ന് പറയുമ്പോ എന്ന് നിധിയും. 50,000 രൂപ എന്ന് പറഞ്ഞ് ഹരീഷ് അകത്തോട്ട് കയറിപ്പോവേ. നിധിയും നികേഷും അവന്റെ പുറകെ ചെല്ലുകയാണ്. ഹരീഷ് അലമാരയിൽ നിന്ന് സുഭാഷ് പറഞ്ഞ ക്യാഷ് എല്ലാം എടുത്തു കൊണ്ടുവരുമ്പോഴേക്കും
ഹരീഷെ, കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ടെന്ന് നിധിയും പറയുകയാണ്. ഇനി വേണ്ടെന്ന് ഹരീഷ് പറയാ. ഹരീഷേട്ടാ, എന്റെ കയ്യിൽ 1000 രൂപയുണ്ടാകും. സുഭാഷ് ഏട്ടൻ പലപ്പോഴായി തരുന്നത് കൂട്ടിവെച്ചതായെന്ന് നികേഷും പറയുന്നുണ്ട്. ഏയ് വേണ്ടടാ, കുറച്ച് പൈസ ഞാൻ ഓണറിന്റെന്ന് മേടിച്ചു. ബാക്കി സുഭാഷ് ഏട്ടൻ എടുക്കാൻ പറഞ്ഞ ക്യാഷ് ഉണ്ട്, അത് മതിയാവും. ഞാനേ പോയിട്ട് വരാം എന്നവൻ പറയേ. ഞാനും വരാമെന്ന് നിധിയും പറയുന്നുണ്ട്. അതിപ്പോ എന്ന് പറഞ്ഞ് ഹരീഷ് പരബ്രഹ്മത്തോടെ നിൽക്കെ. അല്ല, എടത്തി കൂടെ വന്നോട്ടെ, പോലീസുകാരോട് സംസാരിക്കുമ്പോ എടത്തി ഉള്ളത് നല്ലതല്ലേ എന്ന് നികേഷ് പറയേ. ആ എന്ന് വേഗം റെഡിയാവെന്ന് ഹരീഷും. റെഡി ആവാനൊന്നുമില്ലെന്ന് നിധി പറയേ. എന്ന് വായെന്ന് വിളിച്ച് ഹരീഷ് തന്റെ ബൈക്കിൽ നിധിയെ കൂട്ടിക്കൊണ്ട് പോവുകയാ. അവിടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സുഭാഷിനോടായി. ടെൻഷൻ ആവില്ല സുഭാഷെ, എന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞ് തോമസ് ചേട്ടൻ സമാധാനിപ്പിക്കുമ്പോഴാണ് ഹരീഷും നിധിയും അങ്ങോട്ടെത്തുന്നത്. അവളെ കാണേ സുഭാഷും, മോളെ നീ എന്തിനാ വന്നേ മോളെ എന്ന് ചോദിക്കേ. വീട്ടിലിരിക്കാൻ തോന്നിയില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധിയും. എന്നാലും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലെന്ന് സുഭാഷ് പറയേ. സാരമില്ല, സ്റ്റേഷനിൽ കയറിയപ്പോ പഴക്കമായില്ലേ എന്ന് നിധിയും. വന്നത് നന്നായി, സ്ത്രീകൾ കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോ വലിയ മുട കാണിക്കാതെ ഇറക്കി കിട്ടുമെന്ന് തോമസ് ചേട്ടനും. എടാ, പണം എന്തായിന്ന് സുഭാഷ് ചോദിക്കേ. ഓണറിന്റെ കയ്യിൽ നിന്ന് 15,000 രൂപ വാങ്ങി. സുഭാഷ് ഏട്ടൻ പറഞ്ഞ ക്യാഷും എടുത്തു എന്ന് ഹരീഷ് പറയേ. അപ്പോ 25,000 ആയി അല്ലേ എന്ന് സുഭാഷും. മതി, ബാക്കി നമുക്ക് ഒരാഴ്ച സമയം ചോദിക്കാം എന്ന് തോമസ് ചേട്ടൻ പറയേ. അല്ല, ഒരാഴ്ചക്കുള്ളിൽ ഇനി എന്ന് സുഭാഷും. ബാക്കി ഞാൻ കൊടുത്തോളാന്നേ എന്ന് തോമസ് ചേട്ടൻ പറയേ. അല്ല, ഇനി അതിന്റെ ആവശ്യമൊന്നും വരില്ല. സുധീഷ് ചേട്ടന്റെ ബാഗിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, നോക്കിയപ്പോ 25,000 രൂപയുണ്ട് എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ. ആ, അപ്പോ തികഞ്ഞല്ലോ എന്ന് തോമസ് ചേട്ടനും. എടാ, ആ ക്യാഷ് അവൻ വേറെ വല്ല കാര്യത്തിനും എടുത്തു വെച്ചതായിരിക്കും എന്ന് സുഭാഷ് പറയേ. എല്ലാവരും എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തു വെക്കുന്നത് തന്നെയല്ലേ, ആരും വെറുതെ സമ്പാദിച്ചു വെക്കണതല്ലോ എന്ന് ഹരീഷ് പറയേ. എന്തായാലും ആദ്യം കാര്യം നടക്കട്ടെ, വാ എന്ന് തോമസ് ചേട്ടൻ വിളിക്കെ. അവരെല്ലാം സ്റ്റേഷനകത്തേക്ക് പോവുകയാണ്. അവരകത്തേക്ക് എത്തുമ്പോഴേക്കും ലോക്കപ്പിൽ കിടക്കുന്ന സുധീഷിനെ കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുക. എന്തിനാണ് ലോക്കപ്പിലിട്ടിരിക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കേ. ഇനിയിപ്പോ അത് ചോദിക്കാൻ നിൽക്കണ്ട, വാ എന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ അവരെയും കൂട്ടി സാറിനടുത്തേക്ക് പോവുകയാ. ലോക്കപ്പിൽ കിടക്കുന്ന സുധീഷിനെ കാണാൻ ടെൻഷനോടെ അവനെ നോക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.